മക്കൾ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ഒരുപക്ഷെ ആരെക്കാളേറെയും അഭിമാനം കൊള്ളുന്നത് അവരുടെ അമ്മമാരാകും. മക്കളെ ചെസ്സിന്റെ ലോകത്തേക്ക് വഴിതിരിച്ചു വിട്ടതും അവരുടെ കരിയറിലെ കരുനീക്കങ്ങൾക്കൊപ്പം നിന്നതും ആ അമ്മയായിരുന്നു. ചെസ് ഗ്രാൻഡ് മാസ്റ്റർമാരായ പ്രഗ്യാനന്ദയുടെയും വൈശാലിയുടെയും അമ്മയായ നാഗലക്ഷ്മിയാണ് ആ അമ്മ. പ്രഗ്യാനന്ദയുടെയും വൈശാലിയുടെയും പിതാവ് രമേഷ് ബാബു പോളിയോ ബാധിതനായിരുന്നു. അതിനാൽ തന്നെ മക്കൾക്കൊപ്പം മത്സരവേദികളിലേക്കുള്ള യാത്രകൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. പ്രഗ്യാനന്ദയ്ക്കും വൈശാലിക്കുമൊപ്പം മത്സരവേദികളിൽ ഒപ്പം പോയിരുന്നത് നാഗലക്ഷ്മിയായിരുന്നു. ഒരു സാരിയും ഉടുത്ത് മകനുള്ള ഭക്ഷണവും വെള്ളവും ബാഗിലെടുത്ത് അവർ എപ്പോഴും കൂടെ സഞ്ചരിച്ചു. സ്കൂൾ വിട്ടു വന്നാൽ മണിക്കൂറുകളോളം ടി-വിക്ക് മുന്നിലിരിക്കുന്ന മക്കളുടെ സ്വഭാവം മാറ്റാനാണ് രമേശും നാഗലക്ഷ്മിയും അവരെ ചെസ്സ് പഠിപ്പിക്കാൻ അയച്ചത്. മൂത്ത മകൾ വൈശാലിക്കായിരുന്നു ടി-വിയോട് താല്പര്യം കൂടുതൽ. പിന്നീട് വൈശാലിക്കൊപ്പം പ്രഗ്യാനന്ദയും ചെസ്സ് പഠിക്കാൻ തുടങ്ങി. ഇരുവരും ഒരുപോലെ ചെസ്സിൽ കരുക്കൾ നീക്കി. വൈശാലി ഗ്രാൻഡ് മാസ്റ്ററും ഇന്റർനാഷണൽ മാസ്റ്ററും എല്ലാമായി. എന്നാൽ പ്രഗ്യാനന്ദ അതിലും വലിയ നീക്കങ്ങളാണ് നടത്തിയത്. കരുക്കൾ കളിപ്പാട്ടം പോലെയാക്കിയ പ്രഗ്യാനന്ദയുടെ നീക്കങ്ങളോട് ചെക്ക് പറയാൻ ഇരുവർക്കും തോന്നിയില്ല. അങ്ങനെ 4-ാം വയസ്സ് മുതൽ തുടങ്ങിയ ചെസ് പഠനം പ്രഗ്യാനന്ദ തുടർന്നു. അതൊന്നും വെറുതെ ആയതുമില്ല. ചെസ് ഒളിമ്പിയാഡിലെ മിന്നുന്ന പ്രകടനത്തോടെ പ്രഗ്യാനന്ദയും വൈശാലിയും അവരുടെ അമ്മയും കരുനീക്കങ്ങളുടെ കളത്തിലെ മിന്നും താരങ്ങളായി മാറുകയാണ്. പ്രഗ്യാനന്ദയുടെയും വൈശാലിയുടെയും വിജയത്തിന് പിന്നിലെ നിർണായക സാന്നിധ്യമെന്ന് നാഗലക്ഷ്മിയെ വിശേഷിപ്പിച്ചാൽ അതിൽ അല്പം പോലും അത്ഭുതമില്ല. ഇന്ന് ഭാരതത്തിൻ്റെ അഭിമാനമാണ് ഈ അമ്മയും മക്കളും.